അപ്പൊ ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടു ക്യാൻസിബയുടെ. ഞാൻ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിന്റെ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു. ഞാനൊരു 15-20 തവണ ഞാൻ റിങ് ചെയ്തിട്ടാണ് വിളിച്ചത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു FIR ഇട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രമേശ് ചെന്നിത്തല സാർ പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ ഫോൺ കട്ട് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം എന്നെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. എന്നെ CI വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പേര്, വയസ്സ്, കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തു, അക്നോളജ്മെന്റ് അയച്ചിട്ടുണ്ട് ഞാൻ പരാതി കൊടുത്തതിന്റെ. അപ്പൊ ഞാൻ ചോദിച്ചു FIR ഇടുന്നില്ലേ സാറിന്? അല്ല, അത് ഞങ്ങൾ 14 ദിവസം ഒന്ന് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. ഒരു പെൺകുട്ടിക്കെതിരെ സ്ലട്ട് ഷേമിങ്ങിന്റെ ഏറ്റവും മാക്സിമമാണ് ട്രെയിലറും ടീസറും പ്രീമിയറും അടക്കം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് പോലീസുകാർ പറയുന്നത് ഇത് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. പ്രഥമ ദൃഷ്ട്യാ തന്നെ കേസുണ്ട്. FIR ഇട്ടാൽ എന്താണ് കുഴപ്പം? FIR ഇട്ടിട്ട് കഴമ്പില്ലെങ്കിൽ അത് കളയാലോ. പക്ഷെ പ്രിലിമിനറി എൻക്വയറി മാത്രമാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, കേരളത്തിലുള്ള പോലീസ് സ്റ്റേഷനുകൾ എല്ലാം ഇങ്ങനെയാണോ ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നുണ്ട്. എനിക്ക് ആഭ്യന്തരമന്ത്രിയോടുള്ള റിക്വസ്റ്റ് ആണ്, ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് സാധാരണക്കാര് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വരുന്ന സമയത്ത് ആ പരാതി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പരാതിക്കാർക്ക് സ്വാധീനവും പണവും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പരാതി എടുക്കില്ലേ? ആരോപണ വിധേയരായിട്ടുള്ളവരെ സഹായിക്കാനാണോ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓപ്പറേഷൻ തൂഫാനോടൊപ്പം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കൃത്യമായിട്ട് കേസ് എടുക്കുന്നുണ്ടോ, കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, പരാതിയുമായിട്ട് വരുന്ന സ്ത്രീകളെ അപമാനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തത വരുത്തേണ്ടതാണ്, അത് അന്വേഷിക്കേണ്ടതാണ്. ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞാൽ പോലും കേൾക്കാത്ത പോലീസാണോ ഇവിടെ ഉള്ളത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്, ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയ്ക്കും കൃത്യം വ്യക്തമായിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കെതിരെ ഇത്രയ്ക്കും നല്ല മാന്യമായ വിമർശനം ചെയ്ത ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ. അതും സിനിമ ഫീൽഡിൽ ഇത്തിരി ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ. അപ്പോ അൻസിബ് ഇതിൽ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് രമേശ് ചെന്നിത്തലനെ വിളിച്ചു. അപ്പോ ആള് FIR ഇടാൻ പറഞ്ഞിട്ട് പോലീസിൽ ഇട്ടില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പൊ അതിന്റെ ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞല്ലോ, അതിന്റെ മെയിൻ കാര്യമായിരിക്കും അറിയാം. കാരണം ടിനി ടോമിനെതിരെയാണ് ഇപ്പൊ അൻസിബ കേസ് കൊടുത്തത്. അപ്പൊ ടിനി ടോം എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് അനുകൂല വ്യക്തിയാണ്. അപ്പോ ഓബിയസ്ലി അതെല്ലാവർക്കും അറിയാം, എങ്ങനെ പോയാലും പോലീസിന് ഒരു സുഷ്കാന്തി ഉണ്ടാവില്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പൊ അത് വേറെ ടോപ്പിക്. അപ്പോൾ ഇതിലുള്ള പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ അൻസിബയുടെ ഈ ഒരു ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ ആദ്യം അൻസിബ ചെയ്തൊരു വീഡിയോ, അത് എനിക്ക് 2-3 ആഴ്ച മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. അൻസിബ ശരിക്കും എല്ലാ മലയാളികളും എന്നെ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞു. കാരണം അൻസിബയുടെ ഒരു സംസാര രീതിയും അല്ലെങ്കിൽ കാര്യങ്ങളൊരു കൃത്യത, വ്യക്തത, അല്ലെങ്കിൽ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ ഒരു ധൈര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അൻസിബയുടെ ഈ ഒരു ആകെ മൊത്തം ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കുറച്ച് നാളായിട്ടുള്ള അവളുടെ ഒരു എന്താ പറയാ ഒരു പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പോക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അൻസിബയ്ക്ക് രാഷ്ട്രീയ ഭാവി നല്ല രീതിക്ക് ഉണ്ടെന്നാണ്. രാഷ്ട്രീയത്തിൽ നല്ല രീതിക്ക് അൻസിബയ്ക്ക് ഷൈൻ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, എനിക്ക് സ്പെക്കുലേഷൻസ്, ഇതൊക്കെ എന്റെ സ്പെക്കുലേഷൻ മാത്രമാണ്, വേറെ തെളിവുകളോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. ഇതൊക്കെ എന്റെ ഒരു നിഗമനം. അല്ലെങ്കിൽ എനിക്ക് ഈ രാഷ്ട്രീയവും അല്ലെങ്കിൽ ഇപ്പൊ അൻസിബേനൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് കേരളത്തിലത്തെ രാഷ്ട്രീയം ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ നമ്മുടെ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് എന്തായാലും ലോക്സഭാ ഇലക്ഷന് നിൽക്കാൻ ചാൻസ് ഇല്ല. നിയമസഭാ ഇലക്ഷന്റെ സമയമാകുമ്പോഴേക്കും അൻസിബ ഐദർ CPIM അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആവാൻ വളരെ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും BJPക്ക് പോകാനുള്ള ചാൻസ് ഒരു 99%, ഒരു കുഞ്ഞു ശതമാനം എപ്പോഴും അവിടെ വയ്ക്കും. ഒരു 99% എന്തായാലും അൻസിബ BJPക്ക് പോവില്ല. പിന്നെ ഒരു 50 അല്ലെങ്കിൽ 50 പറയാൻ പറ്റില്ല, ഒരു 25% കോൺഗ്രസിക്കും. പക്ഷെ കൂടുതൽ ചാൻസ് എനിക്ക് കാണുന്നത് CPMക്ക് പോകാനാണ്. കാരണം അൻസിബയുടെ നിലപാടുകൾ, ഇപ്പോൾ ടിനി ടോം ഓബിയസ്ലി ഒരു കോൺഗ്രസ് അനുകൂല വ്യക്തിയാണ്. അപ്പോൾ ടിനി ടോമിനെതിരെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺഗ്രസ്സുകാരിൽ ഒരു വെറുപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ അൻസിബ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പിന്തുണ എന്തായാലും ഉണ്ടാവും. അതാണ് ഇപ്പൊ നമുക്ക് കുറച്ച് നാളായിട്ട് അൻസിബയുടെ ഒപ്പം ഉള്ള ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി, ആ ലക്ഷ്മി പ്രിയയുടെയും അല്ലെങ്കിൽ BJPയുടെ അല്ലെങ്കിൽ ശ്വേതാ മേനോന്റെ ഒക്കെ ഇഷ്യൂ വന്നപ്പോൾ തന്നെ ഒരു നല്ല രീതിക്കുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അൻസിബയുടെ ഒപ്പം, കേരളത്തിലത്തെ ഈ സെക്രട്ടറി ആയിട്ടുള്ള ആൾക്കാരൊക്കെ അൻസിബയുടെ ഒപ്പം നല്ല രീതിക്ക് സപ്പോർട്ട് കൊടുത്ത് വന്നിട്ടുണ്ട്. അതാണ് അൻസിബയ്ക്കുള്ള ഈ ധൈര്യത്തിന്റെ ഒരു ഘടകം കൂടി പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ അത് അൻസിബയ്ക്ക് വേണമെങ്കിൽ അതൊരു വോട്ടാക്കി മാറ്റാനും പറ്റും. പറഞ്ഞ മനസ്സിലായില്ല. അതില്
ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ 5 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും, CPM ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല, പറയാൻ പറ്റില്ല. ഉണ്ടാവും, പക്ഷെ ദ ഫൈറ്റ് വിൽ ബി ബിറ്റ്വീൻ കോൺഗ്രസ് ആൻഡ് BJP. അങ്ങനെയാണ് ഇപ്പോൾ മാധ്യമ അജണ്ട സെറ്റ് ചെയ്തത്. മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്തേക്കുന്നത് 5 വർഷം കഴിയുമ്പോഴേക്ക് CPM ഒതുക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് BJP കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കണേ. അപ്പൊ എങ്ങനെ പോയാലും CPM എന്ന് പറയാ ഫ്യൂച്ചർ ഒരു അൺപ്രഡിക്റ്റബിൾ ത്രാസിലാണ് നിൽക്കണം എൻ്റെ ഒരു പെർസ്പെക്റ്റീവില്. അപ്പൊ അങ്ങനെ വരുമ്പോ അൻസിബ കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതകളും തള്ളി കളയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിം, കോൺഗ്രസിൽ എന്തായാലും അൻസിബ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ജയിക്കല്ലേ, സംശയമില്ലാത്ത കാര്യം. പക്ഷെ CPM വേണമെങ്കിൽ അൻസിബയുടെ ഒപ്പം ഇപ്പോ ഞാൻ ഒന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി, അതായത് അൻസിബയ്ക്ക് ഇപ്പോ സൈലന്റ് ആയിട്ട് CPIM സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോ അങ്ങനെ ഒരു സംശയം എനിക്കുണ്ട്. അത് മാത്രമല്ല, മാല പാർവതിയുടെ ഒപ്പം അന്നൊരു വാർത്താ സമ്മേളനം നടത്തിയത്. അപ്പൊ മാല പാർവതി ഇന്ന പാർട്ടിയുടെ ആളല്ല, പക്ഷെ അങ്ങനെയുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്തതിന് ഒരു ഇടതുപക്ഷ അനുകൂല രീതിയായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്, പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പോ ഓട്ടോമാറ്റിക്കലി അൻസിബയ്ക്ക് CPM ആയിട്ടൊരു കണക്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ CPM ശരിയൊരു ഗുണമായിരിക്കും അൻസിബയുടെ പോലത്തെ നല്ല സ്ട്രോങ്. ഇപ്പൊ CPM ഇപ്പൊ അവസ്ഥ എന്ന് പറഞ്ഞൊരു നല്ല നേതാക്കളോ അല്ലെങ്കിൽ നല്ല സ്ഥാനാർത്ഥികളോ ഇല്ലാത്തതാണ്. അപ്പൊ അൻസിബയുടെ പോലത്തെ കൃത്യവും വ്യക്തമായിട്ടും ഇത്രയ്ക്ക് നല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടുള്ളതും ഒപ്പം തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ട് ഇപ്പോൾ CPM അകന്ന് നിൽക്കുകയാണ്. ആ പിണറായി വിജയന്റെ വെള്ളാപ്പള്ളി നടപടി അല്ലെങ്കിൽ അങ്ങനത്തെ നിലപാടുകൾ കാരണം. അപ്പോൾ അൻസിബ വന്നു കഴിഞ്ഞാൽ CPM ഒരുപാട് ഗുണങ്ങളുണ്ടാവും. ഒപ്പം തന്നെ അൻസിബയുടെ കൃത്യവും വ്യക്തമായിട്ടുള്ള നിലപാടുകൾ, ഒപ്പം തന്നെ വാക്കുകളുള്ള വ്യക്തത അല്ലെങ്കിൽ നിലപാടുകളുള്ള ഉറച്ചു നിൽക്കല്, ഒപ്പം തന്നെ ഒരു സെലിബ്രിറ്റിയാണ്, ജനങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഈ കുറച്ച് ദിവസം കൊണ്ട് നല്ല സ്റ്റാറ്റസ് ആയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിക്ക് വർക്ക് ചെയ്ത് രാഷ്ട്രീയത്തിക്ക് നല്ല രീതിക്ക് ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ അൻസിബയ്ക്ക് ഒരു 5 വർഷത്തിനുള്ളിൽ നല്ലൊരു എന്താ പറയാ ഒരു ഡിമാൻഡായി മാറി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ജയിക്കാൻ പറ്റും. കോൺഗ്രസിന്റെ ടിക്കറ്റിൽ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ജയിക്കാൻ പറ്റും. പക്ഷെ CPM വന്നു കഴിഞ്ഞാൽ CPM നല്ലൊരു ഗുണമായിരിക്കും, പിന്നെ ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്, പറഞ്ഞു മനസ്സിലായി. അപ്പോ ഒപ്പം തന്നെ ഇപ്പൊ നല്ല രീതിക്ക് BJP-ക്കാർ അൻസിബനെ വെറുക്കുന്നുണ്ട്. ലക്ഷ്മി പ്രിയയുടെ ഒക്കെ ഇഷ്യൂ വന്നപ്പോൾ BJP-യുടെ കണ്ണിൽ കടണം അൻസിബ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വെറുപ്പ് BJP വെറുത്ത് ഒരു വലിയ വിഭാഗം അൻസിബനെ ഇഷ്ടപ്പെടും. അപ്പൊ അതൊരു ഗുണമാണ് അൻസിബയ്ക്ക്, പറഞ്ഞു മനസ്സിലായി, BJP-യുടെ വെറുപ്പ് എന്ന് പറയുന്നത്. ഒപ്പം റിസ്കുകളുണ്ട്, അത് വേറെ ടോപ്പിക്. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഇനി വരുന്നൊരു 5 വർഷത്തിനുള്ളിൽ എന്റെ നിഗമനത്തിൽ, ഇത് എനിക്ക് വേറെ തെളിവുകളൊന്നുമല്ല, എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് രാഷ്ട്രീയം ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഇപ്പൊ അൻസിബയുടെ ഈ ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റുകൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അൻസിബ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ചാൻസ് നല്ല രീതിക്ക് കാണുന്നുണ്ട്. അത് BJP രാഷ്ട്രീയത്തിലേക്ക് ആയിരിക്കാൻ ചാൻസ് ഇല്ല. കൂടുതൽ ചാൻസ് CPIM രാഷ്ട്രീയത്തിലേക്ക് ആയിരിക്കും, ചെറിയൊരു ചാൻസ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ആയിരിക്കും. ചിലപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരാതിരിക്കാം, പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പോ ഈ പ്രാവശ്യം അല്ലെങ്കിൽ ചിലപ്പോൾ 10-20 വർഷം പ്രായമായിട്ടായിരിക്കും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവള് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ സിനിമയിലുള്ള ഭാവി പോവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റു പാർട്ടിക്കാർ വെറുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സിനിമ അവർ കാണില്ല എന്നുള്ളൊരു ചിന്തയിൽ ഇനിയിപ്പോൾ എങ്ങാനും ഈ ഫെയിം സിനിമയിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ചിലപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരില്ലേ, പറഞ്ഞു മനസ്സിലായില്ലേ. ഇതൊരു പോസിബിലിറ്റി മാത്രമാണ്. അപ്പൊ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ CPM അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങേരത്തെ ഒരു നിഷ്പക്ഷതയുടെ ലൈനിൽ തന്നെ പോയി ഈ പറഞ്ഞ പോലെ സിനിമയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇനി നല്ല വേഷങ്ങളൊക്കെ ചെയ്ത് ഒരു ഫ്യൂച്ചർ ഒരു നല്ല നടിയാവാനും ചാൻസ് ഉണ്ട്, പറഞ്ഞു മനസ്സിലായില്ല. അപ്പൊ ഇതൊക്കെയാണ് ഒരു പെർസ്പെക്റ്റീവ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അൻസിബ രാഷ്ട്രീയത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഏത് പാർട്ടിക്ക് വരാനാണ്, ഇപ്പൊ CPM ആണോ കോൺഗ്രസ് ആണോ ഏത് പാർട്ടിക്ക്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആണോ ഏത് പാർട്ടിയിലേക്ക് പോകാനോ ചാൻസ് ഉള്ളതും കമന്റ് ചെയ്യുക.